ഹായ്, ഇത് എൻ്റെ ഒരു മൾട്ടിപെറ്റൽ റെഡ് കളറിലെ അഡീനിയമാണ്. ഇതും ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റാണ്. മൾട്ടിപെറ്റൽ അല്ല കേട്ടോ, മൾട്ടിപെറ്റൽ അല്ല, സിംഗിൾ പെറ്റലാണ്. ഇത് നോക്കി, വലിയ പൂക്കളാണ്. ഇതിങ്ങനെ വിടർന്ന് വരുന്നതേ ഉള്ളൂ. എനിക്കിത് കണ്ടപ്പോൾ മൾട്ടിപെറ്റലാന്ന് തോന്നി, പക്ഷെ അല്ല, സിംഗിൾ പെറ്റലാണ്. അതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റാന്ന് പറഞ്ഞില്ലേ, ഗ്രാഫ്റ്റഡ് ആണ്. പക്ഷേ ഇത് കണ്ടോ, നമ്മുടെ അശ്രദ്ധ മൂലം അതിൻ്റെ മദർ പ്ലാന്റ് കിളിർത്ത് വന്നിരിക്കുകയാണ്. അത്ര വലിയ ഭംഗിയുള്ള പൂക്കളൊന്നുമല്ല, ഭംഗി കുറവാണ് ഈ പൂക്കൾക്കൊക്കെ. പക്ഷെ പൂക്കളാണ് കേട്ടോ. നമ്മൾ ഓരോ പൂവിൻ്റെയും ഭംഗി നോക്കിയാൽ നമുക്ക് അത് ഇഷ്ടപ്പെടുന്ന ഭംഗിയാണ് ഓരോ പൂവിനും. പക്ഷേ ഇത് സിംഗിൾ പെറ്റൽ തന്നെയാണ്, പഴയ സ്റ്റൈലിലുള്ളതാണ്. ഞാനിപ്പോൾ ഓർത്ത് എന്തായാലും വളർന്നു വന്നു, അപ്പം വിചാരിച്ചു ഇനി ഇതിനെ നമുക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ചെടിയൊക്കെ വെക്കാം. അപ്പോൾ ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, എന്തായാലും ഇത് വളർന്നു വരട്ടെ. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഗ്രാഫ്റ്റിൻ്റെ താഴേന്ന് ചെടികൾ കിളിച്ചാൽ, മദർ പ്ലാന്റ് വളർന്നു വന്നാൽ ഗ്രാഫ്റ്റഡ് ചെടികൾ അങ്ങ് പോകുമെന്ന്. പക്ഷേ ഇല്ല, എൻ്റെ ഈ ചെടി നല്ല കരുത്തോട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ തന്നെയാണ് തീരുമാനം. കളിച്ച് വളർന്നു കഴിയുമ്പം വേറെ പല ചെടികളും നമ്മുടെ കയ്യിലില്ലേ, അതിലേതെങ്കിലും ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്താം. പക്ഷേ ഇപ്പം സമയക്കുറവുണ്ട്, അപ്പോഴത്തേക്ക് മഴയൊക്കെ ആകും. അത് അടുത്ത സീസണിലോട്ട് എങ്ങനെ പോകേണ്ടി വരും ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇത് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള പൂവായിരുന്നെങ്കിൽ ഒരു ബ്രാഞ്ചെങ്കിലും അങ്ങനെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ശരിക്കും നമ്മൾ നോക്കിയേ ഇത് കാണാമോ, നല്ല പൂക്കളാണ്. പക്ഷേ ഇത് കണ്ടോ, ഇതൊരു പൂവാണ്. ഇത് കണ്ടാൽ തോന്നും അതൊരു പൂവാണെന്ന്. ഇവിടെ ഒരു പൂ അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി വെയിൽ കൊണ്ട് അങ്ങനെ ആയതാണെന്നോ അറിയില്ല കേട്ടോ. എന്തായാലും ആ 2 ബ്രാഞ്ചസും അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാൻ അതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ വീഡിയോസ് പിന്നെ പോസ്റ്റ് ചെയ്യാം.